മോഹൻലാൽ ഒളിഞ്ഞു നോക്കിയ മരം. ദൃശ്യത്തിന്റെ ലാസ്റ്റ് ഈ ആടുതീടെ ഇവിടെ ആടുതീ അടി ചൂനാത്തി ഇവിടെ ഇവിടുത്തെ പുല്ല് കയറാ കരിച്ചു വന്നേ. പറയുന്ന ഒന്ന് രാവിലെ തൊട്ട് ശരിയാണ്. ഒന്നും ഒന്നും ഓട്ടിയാവുന്നില്ലല്ലോ. നീ എവിടെ പോവാ? ഇറങ്ങി പോയല്ലോ അങ്ങോട്ട്. ഇതാണോ അജലിന്റെ ഓറ വാങ്ങിട്ട് പിന്നെ ഓറ. ഒരു ചാനലും വണ്ടിയുടെ ലുക്ക് ഉണ്ടാ. അത് ഞാൻ ഒറ്റ ഫ്രെയിമിൽ 2 വാഴകൾ ഒഴിവായി കഴിഞ്ഞാൽ അത് കൊള്ളാം. ഇത് ഒഴുകി വന്നു. നീലറിയൊക്കെ ചാകാൻ പോകും. ജോസ് ഇല്ലല്ലേ? എനിക്ക് ജോസും ചില ധൈര്യമുള്ളൂ. ജോസിൻ്റെ നിലവിളി റോഡ് ഭയങ്കര വീട്ടിൽ പോവല്ലാരും. ടോർത്ത് വാങ്ങാൻ കയറിയപ്പോഴൊക്കെ മൂഞ്ചൽ തുടങ്ങിയ ടോർത്ത് ചെയ്യപ്പോണ്ടല്ലേ അതെ. ആ പുതിയ സാധനം കൊള്ളാല്ലേ? ഞാൻ ആ പയ്യ ഉണ്ടാക്കിയ ആ ഫോട്ടോ എടുക്കാൻ വരാമെന്ന് ചോദിച്ചു. ക്യാമറ കണ്ടപ്പോൾ കൊള്ളാല്ലേ? അയ്യോ നല്ല ഫ്രെയിം. കഴിവുള്ള പിള്ളേരുണ്ടാ തൊടുപുഴയില്. എന്നെ പോലെ അല്ല എല്ലാവരും. ഇവിടെ വെച്ച് അത് വേണ്ട. ഈ ഇവിടെ ഈ ഹൈറ്റുള്ള പിള്ളേരും വെച്ച് ഫോട്ടോ എടുക്കാം. ഇവിടെ പോയി അതെ ഒരു ഫീല്. നീ ഞാൻ ഫോട്ടോ എടുക്കുന്നത് നമ്മളെ വണ്ടിയല്ല. തിരിച്ചു പോയി ഇങ്ങോട്ട് തിരിച്ച് ഫ്രണ്ട് ഈ കാലിൽ എൻ്റെ ഈ കാലിൻ്റെ കാര്യം പറഞ്ഞു ഇവിടെ. ആ ഓക്കെ കറക്റ്റാ. ഓക്കെ പോട്ടെ മാറും. ഓ അമ്മോ ഇതുണ്ടോ? ഇത് ചെയ്യുന്ന ഒരുത്തനൊക്കെ അറിയാം. ഉല്ലാസിനറിയാം നിനക്ക്? കൊള്ളാല്ലേ? വിഷയല്ലേ? സ്റ്റിക്കർ പറയാൻ പോകണം. അച്ചക്കന്മാരും അറിയാം. സിനിമാറ്റിക് ഫ്രെയിമാ. ഓ പ്ലാൻ ചെയ്തിട്ട് കൈ പടക്കുന്നു. കണ്ടോ പറയൂ, എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? എന്തായിരുന്നു ഇന്നത്തെ ദിവസം? അവൻ മുമ്പിച്ചു. പക്ഷേ ഇത് കൊള്ളാം. ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ തൊടുപുഴയിലെ കുട്ടികൾ ഉണ്ടാക്കിയ സാധനം. തൊടുപുഴയിലെ കുട്ടികൾ ഉണ്ടാക്കിയ സാധനം. അതെ ഒരു കഴിവേറി. ഓ എന്താ തൊടുപുഴ കഴിവില്ലാത്ത നാറിയാണ് ഇവൻ. ഇവിടുത്തെ ഓ ആ കൊള്ളാം. ചവിട്ടി കിട്ടാലേ വരെ. സിനിമാറ്റോഗ്രഫി അറ്റ് പീക്ക്. ആകെ ക്രീം ഇതിന്റെ ഇങ്ങനെ അറിയാം. ജിഗിൽ ഷൂട്ട് എടുത്ത സ്ഥലം അങ്ങനെ അറിയാം. പക്ഷെ ഇത് കൊള്ളാം. കഴിഞ്ഞു. എന്നാ പിള്ളേരെ പോരൂടാ. ഇതാണ് നമ്മൾ കണ്ട കഴിവുള്ള പിള്ളേർ. അവിടെ ബ്ലോഗാണ്, പേടിക്കണ്ട. പുറത്തൊന്നും വരത്തില്ല. ഞങ്ങൾ 5 പേര് മാത്രമേ കാണത്തുള്ളൂ. നിന്റെ പേരെന്നാ? ഇതാണ് നീ ഉണ്ടാക്കി? ഇത് ആരാ ഉണ്ടാക്കി? നീ. നിന്റെ പേരെന്നാടാ? ദേവ്. നിങ്ങൾ 2 പേരും ഉണ്ടാക്കിയതാണോ? ഫിലിപ്പ കാര്യം മറ്റേ പുറകെ ജീപ്പ് ഇരിപ്പുണ്ട്. പിള്ളേർ തലക്കിട്ട് തരും. സാധനം ഒരെണ്ണം എടുത്തിട്ടുണ്ടോ നോക്കി? എക്സ്പ്രഷൻ ആ കൊമ്പൻ. ആ മോനെ കാണിച്ചു കൊള്ളാം. സെറ്റ് വെച്ചോ, അടുപ്പിച്ച് വെച്ചോ. കണ്ട പോണ് കൊമ്പൻ. യൂട്യൂബിൽ വരണം, പക്ഷെ പേടിക്കണ്ട. അത് കാണത്തില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. സൂര്യൻ പെട്ടെന്ന് എടുക്ക്. സൂര്യൻ മരണം അവിടെ ഉണ്ട്.
എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? നിങ്ങൾ എത്രയൊക്കെ പഠിക്കുന്നത്? രണ്ടുപേരും 10ലാ? ഇൻസ്റ്റ വരില്ല, ഉള്ള യൂട്യൂബ് വരുമോ? നമ്മൾ ഇൻസ്റ്റ വരുമോ? ഫിലിപ്പ് എങ്ങനെ ഇൻസ്റ്റയിൽ ഇടുന്നുണ്ടോ? പിള്ളേർക്ക് ഇൻസ്റ്റ വരുന്നൊരു പേടി. അങ്ങനെ പിള്ളേർക്ക് നിങ്ങൾക്ക് പ്രൈവസി ഉണ്ടോ? എന്ത് പറ്റി? സത്യം പറടാ, യൂത്ത് ഫെസ്റ്റിവലാണോ? പിന്നെ ഞങ്ങൾ 4 പേരെ യൂട്യൂബിലുള്ളൂ. നീ പേടിക്കണ്ട, ആകെ ഞങ്ങൾ 5 പേരേ ഉള്ളൂ. അതായത് ഉണ്ടാക്കിയിട്ട് ഇവൻ അയച്ചു തരാം. യൂട്യൂബ് ചാനൽ പേര് എന്താ? നിന്റെ ചാനലിന്റെ പേര്? നിന്റെ ചാനലിന്റെ പേരെന്തായിരുന്നു? ഒരു ചാനലുണ്ട്, സാധനം വരാറുണ്ട്, പേടിക്കണ്ട, കാണിച്ചു തരാം. ഏടാ ഇവന്റെ ചാനൽ ഒന്ന് കാണിച്ചു. ആ ചേട്ടൻ കാണിച്ചു തരും. ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നിന്റെ ചാനലിന്റെ പേരായിരുന്ന? എടാ എന്താ നിങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടി നിങ്ങൾ ഈ സാധനം എടുത്തേക്കുന്നത്? ആ എന്താ ഉണ്ടെന്ന് മനസ്സിലായി. ഇത് ലൈറ്റൊക്കെ തെളിയോ? എടാ ലൈറ്റൊക്കെ തെളിയും, അത് വെച്ച് ഫോട്ടോ എടുക്കണോ? ഒന്ന് കാണാൻ തെളിക്കണേ. ഹെഡ്ലാമ്പ് പിന്നെ ജീപ്പില് അടിയിലുണ്ട്, പിന്നെ ഫോഗ് ലൈറ്റ് ഉണ്ട്. നിങ്ങൾ രണ്ടും ഒരു സ്കൂളിലാണോ? രണ്ടും 2 സ്കൂളാ? നിങ്ങൾ അടുത്തടുത്താണോ വീട്? അതോ ചേട്ടനോ? ആ ഓക്കെ ഓക്കെ അങ്ങനെ. എടാ ലൈറ്റ് തെളിക്കുന്നു, ലൈറ്റ് തെളിച്ചാലോ? എടാ നീ പേടിക്കണം, 5 പേരെ കാണുള്ളന്നേ. പക്ഷെ ഇവന് ഇതുകൊണ്ട് പണിയെടുക്കാറില്ല. ഞാൻ പണിയെടുക്കാറില്ല, പക്ഷേ യൂട്യൂബ് ഉണ്ട്, പണിയെടുക്കാറില്ല. അത്രേ. നീ ആ ലൈറ്റ് വെച്ച് ആ കൊമ്പന്റെ തന്നെ എടുത്തായിരുന്നോ? കാണിച്ചേ കണ്ടോ? കൊമ്പന്റെ വിഷയം. ആ കൊമ്പന്റെ വിഷയം സിനിമാറ്റിക് ഫോട്ടോയാ. സെറ്റ് ആൻറ്റി സൂമോട്ടി. ആ കൊമ്പൻ അടിപൊളി. ഫോളോ ചെയ്യുന്നേ. ആ ടീം വെഡ്ഡി ഫാക്ടറിയാണ് നിങ്ങൾ ഫോളോ ചെയ്തോ കേട്ടോ. ഇവന്റെ ഓഫീസാ. അതിന് ഇൻസ്റ്റാഗ്രാം ഉണ്ടോ? ചാനൽ എടാ ടീം വെഡ്ഡിംഗ് ഫാക്ടറി ഓണർ പേര് നന്ദകുമാർ. അവനാണ് കേരളം മൊത്തം ഓവറോൾ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് ഇവന്റ് ചെയ്യുന്നവരാണ്. ഫുൾ പ്രീമിയം സെറ്റപ്പ് ആണ് ഇവരുടെ. വണ്ടിയുടെ ഫോട്ടോ മാത്രമേ ഇടാവുള്ളൂ. ഇത് ഒന്ന് ഇത് വരത്തില്ല, നീ പേടിക്കണ്ട കേട്ടോ. നീ ഇത്ര പേടിക്കുന്ന തന്നെ വീട്ടിൽ ടെൻഷൻ ഉണ്ടോ? പ്രൈവസി. ഓ ഇറക്കുന്ന നമുക്ക് ഫുൾ സെറ്റ് ആകാം. നിങ്ങൾ തന്നെ ഇറക്കും. അത് അടുത്തതിന്റെ അടുത്ത് മറ്റേ സത്യം പറ, എന്ത് പരിപാടിക്ക് അതാ ചെയ്തേ? ഇത് എന്ത് പരിപാടിക്കാണ് നിങ്ങൾ ചെയ്യുന്നത്? അത് ചുമ്മാ ഒരു മിനിയേച്ചറിന്റെ എന്നാ ഫസ്റ്റ് എന്നാ? അതോ അത് ഇതിന് ഫസ്റ്റ് ഒക്കെ ഉണ്ടോ? നീ കേട്ടിട്ടുണ്ടോ? അല്ല ഇതിന്റെ ഇത് ഫെസ്റ്റ് അവന്മാർ അതിന് വേണ്ടി ഉണ്ടാക്കിയത്. അതിന്റെ പൊക്കത്തൊരു വെള്ളസാനം വെച്ചേക്കുന്നത്. അത് ഗ്ലാസ് കണ്ണാടിയില്ലേ? കുഴപ്പമില്ല, നീ പേടിക്കണ്ട. നീ ഞങ്ങളുടെ അതിന്റെ ചാനലിനകത്ത് വ്യൂസിന്റെ എണ്ണം നോക്കിയാൽ മതി. ആ 4 പേര് ഞങ്ങളാ. ഞങ്ങൾ ചുമ്മാ ഇതൊക്കെ എടുക്കണ സാധനം കളയ്ക്കാൻ വേണ്ടിയുള്ളൂ, അതുകൊണ്ട് ഇട്ടേക്കണം. പേടിക്കണ്ട. നിങ്ങൾ ഇതിന് മാത്രം പേടിക്കുന്നുണ്ടോ? ഇൻസ്റ്റാഗ്രാമില്ല നിനക്ക്? ഇൻസ്റ്റാഗ്രാമില്ലേ? പിന്നെ എത്ര പേടി? ഓണർ മെയിൻ പണിയെടുപ്പിക്കുന്നവരെ ഫോളോ ചെയ്തില്ല. വെരിഫൈഡ് ഒന്നും നോക്കണ്ട, കാശ് കൊടുത്തെടുത്താ. കാശിന്റെ വീഡിയോ കാണും. ഫോളോ ചെയ്തില്ലേ? ഇത് ഞങ്ങൾ ചെയ്ത ഞങ്ങൾ ഇതുണ്ടോ, ഇത് കൂട്ട സാധനങ്ങളൊക്കെ റീലൊക്കെ ചുമ്മാ ഇടും. ഇങ്ങനെ പോകുന്ന സാധനങ്ങളൊക്കെ റീലിടുന്നു മാത്രമേ ഉള്ളൂ. അത് ലൈറ്റ് എളിപ്പിക്കാടാ. ഇങ്ങനെ ഓരോ റീൽസ് വരുന്നുള്ളൂ. അത് ലൈറ്റ് എളിപ്പിച്ചാ. അത് കുഴപ്പമില്ല, നീ ഒന്ന് കാണിച്ചാൽ മതി. ടെക്നോളജി ഞാനോ അത് ക്ലാസ് ഉള്ളതുകൊണ്ട്. എടാ അതല്ല ക്ലാസ്. എടാ നിങ്ങളെ തമ്മിലൊരു ഒത്തൊരുമയില്ലടാ. അത് അപ്പൊ ഓൾ വീൽ ഡ്രൈവ് അതൊന്ന് കണക്ട് ചെയ്താ. ലോക്ക് വരും. കൊള്ളാം.
അത് ഞാൻ കണക്ഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പൊ അത് ഓ ലൈറ്റ് കളിയല്ലേ? ഓക്കെ. ഉള്ളിലുണ്ട്, ഇന്റീരിയർ ഉണ്ടോ? അകത്ത് ലൈറ്റ് ഉണ്ടോ? ഇത് ഇത് അത് ഒട്ടിക്ക നേരെ തിരിച്ചു വെക്കാൻ പറ്റില്ല. തിരിച്ചു വെക്കാം. അല്ല നിനക്ക് കണക്ട് ചെയ്തിട്ട് തിരിച്ചോ ചുമ്മാ കാണാൻ ചോദിക്കുന്നു, കുഴപ്പമില്ല. ഒന്ന് കാണാൻ വേണ്ടി ചോദിച്ചോ. അത് വിഞ്ചിലേക്കുള്ള ലൈറ്റ് നീ ഒന്ന് കണക്ട് ചെയ്താ. അത് ഞങ്ങൾ കണ്ടായിരുന്നു. അത് കൊള്ളാം. പൊക്കി വെക്കാവോ? അല്ല, ഇത് മഹീന്ദ്ര മേജർ എന്ന് പറയുന്ന ജീപ്പിന്റെ റിയൽ എഞ്ചിൻ മോഡല് ഉണ്ടാക്കിയത്. ഓ നീ മറ്റേ ഫോം ഷീറ്റ് കട്ട് ചെയ്തുണ്ടാക്കിയോ? അത് ഫോം ഷീറ്റ് അല്ല, അത് സ്പോഞ്ചാ. സ്പോഞ്ചല്ലേ? സോറി. കൊള്ളാം. ഇത് പേരാടാ? ചടയമ്മാക്കൽ. അജയ് നിന്റെ വീട്ടിൽ പറഞ്ഞാ ഞാൻ പറയില്ല. അപ്പൊ എന്റെ മുമ്പിൽ സാധനം എന്റെ പാറക്കൽ തറവാട് ചേട്ടാ, ഇതിന്റെ ആ ബോണറ്റ് ഒന്ന് താഴത്ത് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാവോ? ഈ ആ ബാറ്ററി അപ്പം ആ ബാറ്ററി ഞാൻ കണക്ട് വെച്ചോളാം. ബാറ്ററി ഒളിപ്പിച്ച് വെക്കാവോ? ആ ഒളിപ്പിച്ച് വെക്കാം. കൊമ്പന് ലൈറ്റ് ഉണ്ടോടാ? കൊമ്പ ലൈറ്റ് ഇല്ലടാ. എന്താണ് അതൊക്കെ പിടിപ്പിക്കുന്നത്? ഇത് നീ ഉണ്ടാക്കിയ ഇതില് രണ്ട് ഇതാരുണ്ടാക്കിയ? അത് ഞാൻ ഉണ്ടാക്കി. ഈ കൊമ്പൻ ആരുണ്ടാക്കിയ? കൊമ്പൻ നിന്റെ, ജീപ്പ് നിന്റെ അല്ലേ? എത്രാം ക്ലാസ്സിലാ? ഞാൻ കാണിച്ചിട്ട് നമ്മള് പത്തി പഠിക്കാം. നീ പത്തി പഠിച്ചപ്പോ എന്നെ ചെയ്തേ? ഐ ടി ലാബിൽ കയറി സിസ്റ്റം ഓണാക്കാൻ അറിയാമായിരുന്നോ നിനക്ക്? നീ എന്നാ ചെയ്ത പത്തില്? ലാബിൽ കയറി സിസ്റ്റം ഓണാക്കാൻ അറിയത്തില്ലായിരുന്നു അവന്മാരാ. പത്തിലെ പിള്ളേരുടെ കഴിവുകൾ. ബാവു കൊള്ളാം. കണക്ട് ചെയ്യാൻ സമയം എടുക്കണ്ടോ? നിങ്ങളെ ഫോട്ടോ വേണോ? വേണ്ട വേണ്ട, നിങ്ങൾ ചുമ്മാ എടുക്കുന്നോടാ. എടാ എടുത്ത് അല്ല അയച്ചു തരാം. പോസ്റ്റ് ചെയ്യാനല്ല, നിങ്ങളിത് പേഴ്സണലായിട്ട് അയച്ചു തരാം. അതൊക്കെ അയച്ചു തരാം. അതല്ല നിങ്ങൾ ഈ സാധനം നിർത്തരുത്, ഇത് കണ്ടിന്യൂ ചെയ്തോണം. ഇവനൊക്കെ പണ്ട് എന്തൊക്കെ കാണിക്കുമായിരുന്നു. 10 കഴിഞ്ഞപ്പോ പരിപാടി വിട്ട് ഊപ്പി തിരിഞ്ഞ് ഇപ്പൊ കഴിവെന്ന് ഇപ്പൊ ഒന്നുമില്ല. കഴിവെന്ന് പറയാൻ ഒന്നുമില്ല ഇവനൊന്നും. നന്നായിട്ട് ഫോട്ടോ എടുക്കുന്നു. അതവനാ മുതലാക്കുന്നില്ലെന്നുള്ളതാണ് മറ്റൊരു സത്യം. ബാഹുബലി എടാ ഇത് നിങ്ങൾ ചെയ്തോണം കേട്ടോ. നിങ്ങൾക്ക് ഇതിന് ഈ സ്കൂളിലൊക്കെ പോകുമല്ലേ, കലോത്സവം സെറ്റപ്പിനൊക്കെ പോകുമല്ലേ, ഡാ സ്കൂളിലൊക്കെ പോകുമല്ലേ ഇതുമായിട്ട്? അല്ല ഇത് അങ്ങനെയല്ല, ഈ കലോത്സവത്തിന് ഇങ്ങനെ ഇതിന്റെ സംഭവം ഉണ്ടോ? നിങ്ങൾക്കില്ലല്ലേ? കൊമ്പന്റെ ഒരു ബസ് ഉണ്ടാക്കിക്കൊണ്ടത് ഫസ്റ്റ് ആണോ? എടാ ബസ് ഉണ്ടാക്കി ഫസ്റ്റ് മേടിച്ചവനാ ഇവൻ. കഴിവുള്ള പിള്ളേരാണ്, നിന്നെ പോലെ അല്ല. സെറ്റിംഗ്സിൽ പോയിട്ടായിരുന്നു. കൊള്ളാം മക്കളെ കൊള്ളാം. എടാ ലീപ്പ് ലോറി ഒന്ന് എടുത്തോ, ചിലപ്പം താഴെ പോവില്ലല്ലോ. സേഫ് അല്ലേ ഇത്? ശരിക്കും നിങ്ങൾക്ക് എന്നാ ഇതിന്റെ കോമ്പറ്റീഷനോ? വെറുതെ ഞങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു ദിവസം ഇതിനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ വണ്ടിയെല്ലാം കൂടെ വെച്ച് ബോണറ്റ് അത് ലോക്കിടാൻ ചേട്ടായി. അതായത് നിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ വണ്ടിയും വെച്ചൊരു സാധനം ചെയ്യാം. നിങ്ങൾ ഇതിപ്പോ മൊത്തം എത്ര വണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്? ഇതാണോ ഫസ്റ്റ്? എന്റെ ഫോം ഷീറ്റിലുള്ള ഇതാ ഫസ്റ്റ്. ഫോം ഷീറ്റിന് ഇത് ബാക്കിയൊക്കെ ഇതിനു മുമ്പ് ഒരു എസ് ലോറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഫോം അത് ഫോം ഷീറ്റ് അല്ല, പിന്നെ അത് ഞങ്ങള് ഈ തെർമോക്കോൾ കിട്ടി. ഓക്കെ ഓക്കെ. നിന്റെ ഏതാ? നിന്റെ ഫസ്റ്റ് ആണോ? ഫസ്റ്റ് വണ്ടിയാണോ അത്? പിന്നെ നീയാണ് മറ്റേ കൊമ്പൻ ഉണ്ടാക്കിയത് ബസ്. അതിന് മുമ്പ് അത് ആദ്യത്തെ വണ്ടിയായിരുന്നു. അതിനൊരു ജിപ്സി ഉണ്ടാക്കി. ആ അതൊക്കെ വീട്ടിലിരിപ്പുണ്ടോ? പിന്നെ സെന്നുണ്ടാക്കി. സെന്ന്? അതെന്തേ? അത് പൊളിച്ചോ? അതെന്താ പൊളിച്ചോ? കൊള്ളില്ലായിരുന്നു. അത് ശരി. അവൻ നന്നായിട്ട് ഉണ്ടാക്കും. ഒന്നുകൂടെ പണിയാൻ വേണ്ടി ഇല്ലേ? ഒന്നുകൂടെ പണിയാൻ വേണ്ടി. നിങ്ങൾക്ക് ഇത് പണ്ട് തൊട്ട് ഇതിന്റെ ക്രേസ് ഉണ്ടോ ഇങ്ങനെ ഉണ്ടാക്കാനുള്ള സാധനം? അതോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണോ? ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വേണം. നീ പേടിക്കണ്ട, ഇതൊരു 3 മാസം എന്തായാലും വരത്തില്ല. 3 മാസം കഴിഞ്ഞ് ഇവനകത്ത് പണിയാൻ എഡിറ്റ് ചെയ്യാൻ തന്നെ തുടങ്ങുള്ളൂ. അതും കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് വന്ന്
വലിയ പുള്ളിയ, വലിയ പ്രൊഫഷണലാണ്. ടീം വെഡിങ് ഫാക്ടറി ഇവനില്ലാതെ ഓടത്തില്ല. ഒന്ന് കുറച്ച് അല്ല കുറച്ച് ഫോർമാറ്റ് കാണട്ടെ. പിള്ളേരുടെ കണ്ടന്റ് ഇല്ല, അല്ല പെർമിഷൻ ഇല്ലാതെ അവരുടെ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കല്ലേ. ഇത് വരത്തില്ലെന്ന് നമുക്കറിയാം. 3 കൊല്ലം കഴിഞ്ഞ് തന്നെ ഞങ്ങൾ ഓർമ്മിപ്പിച്ചാലും നീ ഇത് ഓർക്കണം നമുക്കറിയാം. ഇത് തുടർന്ന് പൊക്കോണം. വീഡിയോ കഴിവ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പൊക്കോണം. വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ കാലമേ അറിയത്തുള്ളൂ. ഈ കഴിവ് നിങ്ങൾ നിർത്തരുത്. കഴിവുണ്ടായിരുന്ന നീ വണ്ടി കയറി ഞാൻ മോട്ടിവേഷൻ പിള്ളേരെ മോട്ടിവേഷൻ ചെയ്യാൻ ഐഫോണിൽ ഇത് നീ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യം. അതെ അതെ, നിങ്ങൾ എന്തിനാ ഈ പേടിക്കണം? നിങ്ങൾ വേറെ എന്തിനേലും പേടിക്കുന്നുണ്ടോ? സപ്പോർട്ട് ഉണ്ടാവും. അതെ, നിങ്ങൾ വല്ലാണ്ട് പേടിക്കുന്നുണ്ടല്ലോ ഇത് പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. അല്ല എന്തിനാ വെറുതെ പോസ്റ്റ് അല്ല ഇത് പോസ്റ്റ് ചെയ്താലേ ആരെങ്കിലും അറിയുള്ളൂ. ക്രിയേറ്റിവിറ്റി ഇതൊക്കെ നിങ്ങളുടെ കഴിവല്ലേ, നമുക്കോ കഴിവില്ല. പേര് പറഞ്ഞു ഉള്ള കഴിവ് നിങ്ങൾ പോസ്റ്റ് ചെയ്തില്ല കേട്ടോ. കാണിച്ചു തരാ. നീ എന്റെ ഐഫോണിന്റെ ലോഗോയിൽ പറയുമല്ലോ. അവന്റെ ചാക്കിന ബ്രോ 3 ക്യാമറ വണ്ടില്ലേ ഇത് കയറി 2 ഉള്ളൂ, കാര്യമില്ല. ഇത് പിന്നെ 1 ക്യാമറ പോലും ഇല്ല. കാണിക്കാനോ ഇത് ഭയങ്കര ചോദിക്കാൻ പോയി. ടയറിന്റെ നീ എങ്കിൽ കേൾക്കും. ഇത് കളയാലോ? ഇതെല്ലാം അയച്ചുതരാം, പേടിക്കണ്ട. വേണ്ട അവരത് എടുത്ത് പോസ്റ്റ് ചെയ്യാം. ചേട്ടാ എന്റെ ഫോട്ടോ ഫുള്ള് നയിച്ച, അല്ല അവന്റെ ഫോട്ടോ ഫുള്ള് എനിക്ക് നയിച്ചാണ്. എല്ലാവർക്കും എല്ലാം അയച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ സകല സാധനം വെച്ചാൽ പക്ഷെ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ഞങ്ങള് പോസ്റ്റ് ചെയ്തേക്കാം. പക്ഷെ കുറച്ച് താമസിക്കുന്നേ ഉള്ളൂ. എത്ര നാൾ? നീ പേടിക്കണ്ട, 2 മാസം. ഇവരതി കൂടുതൽ താമസിക്കും. നീ അതോർത്ത് പേടിക്കണ്ട. അപ്പൊ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ ഇടാലോ. ഈ വീഡിയോയും കൂടെ അയച്ചേക്കോ. 7 മാസം പരീക്ഷയൊക്കെ വരും അല്ലേ? ഇതിപ്പം ഫെബ്രുവരി. പരീക്ഷയുടെ മാസം, അടുത്ത മാസം പരീക്ഷ. ഞങ്ങൾക്ക് പരീക്ഷ, ഞങ്ങൾക്ക് പ്രായമായ നിങ്ങളുടെ പരീക്ഷ ഒന്നുമില്ല, ഞാനൊക്കെ പരീക്ഷ നടത്തേണ്ടവനാ. അല്ല പറയണ്ട, ജസ്റ്റ് ഫോർ ജനറൽ ഇൻഫർമേഷൻ. നാളെ പരീക്ഷ പോവാം. നീ ഒളിച്ചു കളിക്കുന്നു, അവരൊക്കെ ഒളിച്ചു കളിക്കുന്നു. ഈ വീഡിയോ നല്ല MB വരും. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ 2 വർഷമൊക്കെ 2026 ഫെബ്രുവരി. നിങ്ങളിത് നിങ്ങളുടെ പരിപാടി എന്നാ 2 മാസം കൊണ്ട് തീരില്ലേ? ഇത് 2 കൊല്ലം എടുത്താൽ ഇവൻ ഈ സാധനം തരൂല. അത്രേ ഉള്ളൂ. നീ പേടിക്കണ്ട. നീ എങ്ങനെ പേടി? ഞാനും ചോദിക്കാൻ പോയി. ഈ വ്ളോഗിങ് ഇവൻ കാണും, ഞാൻ കാണും, ഇവൻ കാണും. ഇവൻ കാണിക്കില്ല, അവൻ ബിസിയാ. നീ കാണുമോ? അപ്പൊ 2 പേരെ കാണുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നീ പറയണ എന്നോട്. അപ്പൊ ഞാൻ മാത്രമേ കാണുള്ളൂ. ചേട്ടാ ഇപ്പോഴത്തെ ഫോട്ടോസ് കൂടെ അയച്ചേരെ. ശരിയാ പറ്റാ കാണാം. ഓക്കെ ബൈ, ടാറ്റാ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. വണ്ടി കയറിക്ക് വന്നപ്പോൾ ഒരു കണ്ടിട്ട് വെക്കിയേക്കാം. ഗർമ്മ ഹാപ്പി അല്ല? ഗർമ്മ വണ്ടി എടുക്കുന്നില്ലേ? ബ്ലിപ്പടിച്ച് ഒരു കണ്ടന്റ് വെക്കുക. നീ വെള്ളം കുടിക്കും കുറെ കുടിച്ചു. നേരെ ഓടിച്ച കൊക്കയിലേക്ക് ഓടിച്ചേ, വെള്ളത്തിലേക്ക് കൊടുത്തത്. ഇങ്ങനെയല്ലേ വെക്കണേ? വണ്ടി ചാട്ടായിട്ട് ഓടിയും. താന്നു പോലെ ബ്ലിപ്പടിപ്പിച്ച് അവസാനിപ്പിക്കാവോ? ഒന്നുകൂടെ അവസാനിപ്പിക്കാം. ഇങ്ങനെ കണ്ടന്റ് വെച്ചാൽ സന്തോഷം. ബ്ലിപ്പ് ഞാനും ബ്ലിപ്പ് തൊടുപുഴ പോയാ ഇവ ഈ ആരെയും പിടിച്ചു പോയി. പിള്ളേർക്ക് പ്രശ്നം അറിയാം, പരീക്ഷയല്ല ഇതൊക്കെ ഇട്ടിട്ട് നീ വേറെ ഇതിന്റെ പുറകെ നടക്കുവാണ്, പഠിക്കുന്നില്ലെന്ന് ഓർത്തേ വീട്ടിൽ നിന്ന് വല്ല പ്രശ്നം ഉണ്ടായിരിക്കും. അതല്ല അപ്പം ബ്ലിപ്പ് ചെയ്യാം. ബ്ലിപ്പ് ആര് കാണാനാ നമ്മളിടുന്ന പോസ്റ്റിൽ? നമ്മള് കോട്ടയത്ത് കിടക്കുന്ന പിള്ളേർ ഇടിക്കും, ഇവിടെ കിടക്കും. ക്രിയേറ്റിവിറ്റി അല്ലേ? അവന്റെ പേര് പറഞ്ഞു 10th പഠിക്കുന്നത് സ്കൂളിൽ ചോദിക്കാൻ. ഒന്നും ബ്ലിപ്പ് അടിച്ച് ഓഫ് ചെയ്യും. ബ്ലാസ്റ്റ് ബ്ലിപ്പാട്ടോ. ഞാൻ പോട്ടെ. എന്റെ അമ്മച്ചൊക്കെ അറിഞ്ഞു രാവിലെ ഇറങ്ങിയോ. അജലിന്റെ വള്ളി കഴിഞ്ഞു. സമയം 8:46. അജല് പോയി. ഗുഡ് നൈറ്റ്.